നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കടലിരമ്പി വന്നാലും ആൾക്കൂട്ടം ആർത്തലച്ച് വന്നാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിലേക്ക് എടുക്കില്ല എന്ന് പറഞ്ഞാൽ എടുക്കില്ല തന്നെ. പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. പക്ഷേ നിലപാടുകളിലൊക്കെ മാറ്റമുണ്ടാകുന്നു എന്ന് തോന്നുന്നു ഇന്നത്തെ പ്രതികരണം കേട്ടിട്ട്. ഇന്നത്തെ പ്രതികരണം എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം VK ശ്രീകണ്ഠൻ MPയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനോട് അഭിപ്രായം ആരാഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടിയാണ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത്. അതായത് മഞ്ഞ് ഉരുകുന്നുവോ എന്ന തലത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അവർ തമ്മിൽ കൂടിക്കാഴ്ച പാടില്ല എന്നുണ്ടോ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ മറുചോദ്യം. അവർ തമ്മിൽ സംസാരിച്ചുകൂടാ എന്നുണ്ടോ? VK ശ്രീകണ്ഠൻ MP അദ്ദേഹം ഒരാളെ കാണാൻ അടൂർ വന്നതായിരുന്നു. അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് അവിചാരിതമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുന്നു, സംസാരിക്കുന്നു. അതിലെന്താണ് ഇത്ര പ്രശ്നം? ഞാൻ കണ്ടാലും സംസാരിച്ചാൽ എന്താണ് കുഴപ്പം? ഇതായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം. തീർച്ചയായിട്ടും ഈ ഒരു VK ശ്രീകണ്ഠൻ MP വന്നത്, അവർ കൂടിക്കാഴ്ച നടത്തിയത് വീണ്ടും രാഹുലിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്ത് മത്സരിപ്പിക്കാനുള്ള എന്തെങ്കിലും നീക്കമാണോ എന്ന ചോദ്യത്തിനായിരുന്നു. അവർ തമ്മിൽ കണ്ട് സംസാരിച്ചാൽ എന്താണ് പ്രശ്നം? ഞാനും രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടാൽ ഉറപ്പായിട്ടും സംസാരിക്കുമെന്നായിരുന്നു VD സതീശൻ്റെ പ്രതികരണം. എന്തായാലും നേരത്തെ എടുത്ത നിലപാട്, അതായത് ഈ ഒരു ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ കർക്കശമായ നിലപാട് സ്വീകരിച്ച ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു ആ സമയത്ത്. അതായത് അറബിക്കടൽ ഇളകി വന്നാലും ആൾക്കൂട്ടം ഇരമ്പി വന്നാലും കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെ നടപടി സ്വീകരിച്ചതെന്നും ആ നടപടിയിൽ യാതൊരു മാറ്റവും ഇല്ല എന്നും പ്രതികരിച്ച വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കർക്കശം അതുണ്ടാകുമെന്ന് കരുതി. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടാൽ താനും സംസാരിക്കും എന്ന ഒരു തലത്തിലേക്ക് ഇപ്പോൾ ആ ഒരു അയവ് എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും അയവുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു മഞ്ഞുരുക്കത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുന്നു എന്നതിൻ്റെ പ്രാഥമിക സൂചന കിട്ടുന്നുണ്ട് ഈ പ്രതികരണത്തിൽ നിന്നും. കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട അടൂരിലെ ഹോട്ടലിൽ വെച്ച് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. പുതുയുഗ യാത്രയിൽ പങ്കെടുക്കാൻ കൊല്ലത്തേക്ക് പോവുകയായിരുന്നു VK ശ്രീകണ്ഠൻ MP. ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിൽ വെച്ച് ഇരുവരും സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. എന്നാൽ കൂടിക്കാഴ്ച അവിചാരിതമായിരുന്നു എന്നായിരുന്നു VK ശ്രീകണ്ഠൻ്റെ പ്രതികരണം. ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം രാഹുലുമായി കൂടിക്കാഴ്ച നടത്തുന്ന ആദ്യത്തെ നേതാവാണ് VK ശ്രീകണ്ഠൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കൂടിക്കാഴ്ച രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. രാഹുൽ പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ട്. ഈ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അനുനയം കൂടിക്കാഴ്ചയിൽ ഉണ്ടായോ? തിരഞ്ഞെടുപ്പ് വരികയാണ്. പാലക്കാട് കോൺഗ്രസിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഇറങ്ങുമോ? ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാവുന്നു. ഗുരുതര ആരോപണങ്ങൾ ഉയരുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലെ പരസ്യമായി പിന്തുണച്ച ഒരു നേതാവ് കൂടിയാണ് VK ശ്രീകണ്ഠൻ MP. അപ്പോൾ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിലുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. അവിചാരിതമായ കൂടിക്കാഴ്ച, രാഷ്ട്രീയമായി ഒന്നും സംസാരിച്ചിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങൾ കണ്ടറിയാം എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന്. അതേസമയം ഇരുവരുടെയും കൂടിക്കാഴ്ചയെക്കുറിച്ചും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനെക്കുറിച്ചും രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം മലയാളി വാർത്തയോട് കഴിഞ്ഞ ദിവസം നിർണായകമായ ചില പ്രതികരണങ്ങൾ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളൊക്കെ പങ്കുവച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. തീർച്ചയായിട്ടും വാതിൽ തുറന്നിരിക്കുന്നതിന്റെ ഒരു സാധ്യതയായിട്ട് അതിനെ കാണാവുന്നതാണ്. കാരണം VK ശ്രീകണ്ഠനെ പോലെ വലിയ ബഹുജന പിന്തുണയുള്ള MP ആവാൻ പോലും സാധിച്ച അത്രമാത്രം ജന പിന്തുണയുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിനെ കാണുക എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ CPM-ന്റെ മാനദണ്ഡം അനുസരിച്ചാണെങ്കിൽ ജാമ്യം കിട്ടിയാലുടനെ അദ്ദേഹം കുറ്റവാളിയല്ല എന്നൊരു വ്യാഖ്യാനമാണ് അവർ പലപ്പോഴും നടത്താറുള്ളത്. കാരണം കാര്യമായിട്ടുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജാമ്യം കിട്ടില്ലല്ലോ. ഇപ്പോൾ 3 കേസാണ് അദ്ദേഹത്തിൻ്റെ വന്നത്. ആ 3 കേസിലും ജാമ്യം കിട്ടിയിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നതുപോലെ തന്നെ വളരെ പ്രധാനമാണ്, ഇത്തരം കേസുകളിൽ നിന്നും വിമുക്തരല്ല രാഷ്ട്രീയക്കാരും CPM-ന്റെ തന്നെ പലരും. അപ്പോൾ അതുകൊണ്ട് ഇവർക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്തരം ഒരു നീചനായിട്ടോ നികൃഷ്ടനായിട്ടോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തേണ്ടവനായിട്ടോ കണക്കാക്കാനുള്ള ഒരു ധാർമ്മിക അവകാശമൊന്നും CPM-നും ഇല്ല, മറ്റു പാർട്ടികൾക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പറ്റിയ അബദ്ധങ്ങൾ, തീർച്ചയായിട്ടും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ആ തെറ്റുകൾക്ക് അദ്ദേഹം ജനങ്ങളോട് മാപ്പ് ചോദിക്കണം. അതാണ് ശരിയായിട്ടുള്ള കീഴ്വഴക്കം. എപ്സ്റ്റീൻ ഫയലുകളിൽ പേര് വന്നപ്പോൾ ബിൽ ഗേറ്റ്സ്, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനൊന്നും അല്ല, മുതലാളിയാണ്. എന്നിട്ടും മാപ്പ് ചോദിച്ചു. ആ മാപ്പ് ചോദിക്കാനുള്ള ഒരു വിനയവും സത്യസന്ധതയും ഒക്കെ കാണിക്കേണ്ടതാണ്. അല്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വാദിക്കുന്നതിൽ അർത്ഥമില്ല. അബദ്ധം പറ്റിയിട്ടുണ്ട്, പിഴ പറ്റിയിട്ടുണ്ട്. രണ്ടുപേരും കൂടി ചേർന്ന് നടത്തിയ സംഭവങ്ങളാണ് ഇത് എന്നുള്ളത് വളരെ വ്യക്തമാണെങ്കിലും അതിൽ ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്.
അത് പറ്റാൻ പാടില്ലായിരുന്നു. പെൺകുട്ടികളുടെ ഇഷ്ടപ്രകാരം അങ്ങനെ ക്ഷണിക്കുന്ന പറഞ്ഞാൽ ഇദ്ദേഹം ആരാ, ശ്രീകൃഷ്ണനാണോ പോയിട്ട് കാര്യങ്ങൾ രാസക്രീഡ നിർവഹിക്കാനും ഒക്കെ? അങ്ങനെ പൊതുപ്രവർത്തകന് പോകാനൊരു അതായത് അങ്ങനെയാണെങ്കിൽ പൊതുപ്രവർത്തനത്തിലേക്ക് വരരുതായിരുന്നു, രാഷ്ട്രീയത്തിലേക്ക് വരരുത്. അങ്ങനെ എത്രയോ പേര് മംഗലശ്ശേരി നീലകണ്ഠനെ പോലെ ഇങ്ങനെയുള്ള ഇഷ്ടകാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റവും വരുന്ന എത്രയോ കഥാപാത്രങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കെതിരെയൊന്നും ഒരു കേസുമില്ലാതെ മാന്യന്മാരായിട്ട് സമൂഹത്തിൽ ചവഞ്ഞു നടക്കുന്നില്ലേ? മാധ്യമ പ്രവർത്തകരില്ലേ അങ്ങനെയുള്ള ആൾക്കാരില്ലേ? അപ്പോൾ ഇദ്ദേഹത്തിനെ അങ്ങ് രാഷ്ട്രീയമായിട്ട് ഒറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് അദ്ദേഹം CPM-നും പിണറായി വിജയനും വലിയൊരു ഭീഷണി ആയതുകൊണ്ട് അവരത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ തെറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഈ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ആളും കല്ലെടുക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വം കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. വാസ്തവത്തിൽ അദ്ദേഹത്തിനോട് സംസാരിക്കുന്നതിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ്. അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന പ്രായമായ സ്ത്രീകൾ, അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളൊക്കെ തന്നെ ധാരാളമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തിനോട് ഒരു സഹാനുഭൂതി കാണിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം തന്നെ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം. കാരണം എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം, മറുവശത്ത് നിന്ന് സമ്മർദ്ദവും പ്രേരണയും വശീകരണവും അതുപോലെ തന്നെ ടെംപ്റ്റേഷൻ ഉണ്ടാക്കലും എല്ലാം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സുഹൃത്തുക്കളെന്നുള്ള നിലയിലായിരിക്കാം എന്തായാലും ശരി തന്നെ. അങ്ങനെ ഇത് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണെന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ രണ്ടു ഭാഗത്തും ഉണ്ടായി കഴിഞ്ഞിട്ട് പകുതിയായി കഴിയുമ്പോൾ ഒരാളിനെ ഒറ്റപ്പെടുത്തിയിട്ട് അതിങ്ങനെ ചെയ്തു ഇതിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ മാന്യമായിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ ആ മാന്യതയുടെ ഒരു ഇരയാണോ അദ്ദേഹം എന്നുള്ളതും വളരെ വ്യക്തമായിട്ടുള്ള ബോധ്യങ്ങളാണ്. ഇത് തെറ്റ് തന്നെയാണ്, മഹാ തെറ്റ് തന്നെയാണ്, ഒരു ചെറ്റ പ്രവൃത്തി തന്നെയാണ് കാണിച്ചത്. ചെറ്റ പൊളിക്കൽ എന്ന് പറയുന്ന പരിപാടി പോലൊരു പരിപാടിയാണ് കാണിച്ചത് എന്നുള്ളത് സംശയമില്ല. പക്ഷെ അതിന് മാപ്പ് ഇരക്കേണ്ടതായിട്ടുണ്ട്. ഇനി അങ്ങനെ അർത്ഥങ്ങൾ പറ്റാതെ സൂക്ഷിക്കേണ്ട ഒരു ബാധ്യതയും കൂടിയുണ്ട്. അല്ലാതെ അദ്ദേഹം എന്തെങ്കിലും ഒരു തരത്തിലുള്ള പെർവേർഷനുള്ള വ്യക്തിയാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇത് തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ തിരുത്തേണ്ട ഒരു തെറ്റ് തന്നെയാണ് ഈ പ്രായത്തിൽ പറഞ്ഞോളൂ. ഇപ്പൊ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. രാഹുൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അപ്പോ പാലക്കാട് ആര് മത്സരിക്കും? കോൺഗ്രസിന് വേണ്ടി രാഹുൽ നേടിയൊരു വിജയമൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിന് മുന്നേ ഷാഫി ആയിരുന്നു. അപ്പൊ ഒരു വ്യക്തിപ്രഭാവം പാലക്കാടിന് ഒരു മുൻഗണന ഉണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോ കോൺഗ്രസിൽ നിന്ന് ആര്, അതായത് രാഹുൽ തന്നെ അവിടെ വീണ്ടും മത്സരിക്കണമോ? അപ്പൊ കോൺഗ്രസിൽ നിന്ന് എന്തായാലും മത്സരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ പാർട്ടിയിലേക്ക് പെട്ടെന്ന് എടുക്കാൻ എന്തായാലും VD സതീശൻ അതിന് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. അപ്പോ രാഹുല് മത്സരിക്കണമോ അല്ലെങ്കിൽ ഒരു സ്വതന്ത്രനായിട്ട് മത്സരിക്കണമോ? എന്താണ് അങ്ങയുടെ ഒരു വിലയിരുത്തല്? എന്റെ വീക്ഷണത്തിന് അവിടെ പ്രസക്തിയില്ല. പക്ഷെ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അവരെന്താണെന്ന് വെച്ചാൽ ഉചിതമായ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം ചേഞ്ചറാണ്. അദ്ദേഹം ഒരു ആവേശം പടർത്തും എന്നുള്ളത് വ്യക്തമാണ്. ഇനി ആ പേര് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്താൻ വലുതായിട്ടൊന്നും സ്കോപ്പില്ല. ഈ കഴിഞ്ഞ ദിവസം തന്നെയാണ് മറ്റൊരു കേസ്, അംഗവൈകല്യം, അതായത് ബദിരനും മൂകനുമായിട്ടുള്ള ഒരു പ്രായമാകാത്ത കുട്ടിയെ ബലാത്സംഗം ചെയ്യാനായിട്ട് സഫ്ന എന്നാണ് ആ കുട്ടിയുടെ പേര്. പരി പറയാൻ കാരണം അവളല്ല, അവളെ വേട്ടയാടി, ആ പയ്യനെ വേട്ടയാടി അതിന് വഴങ്ങാതിരുന്നപ്പോൾ 4-5 പേരെ കൂട്ടിക്കൊണ്ടുവന്ന് അവനെ, അംഗവൈകല്യമുള്ളവനെ, ഊമയും ബദിരനുമായിട്ടുള്ള അവനെ തല്ലി നാശമാക്കി നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് കൂസലും ധിക്കാരവും ഇല്ലാതെ ആളുകളുടെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ട് അവള് പെരുമാറുന്ന പെരുമാറ്റം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ നീതി തേടുന്ന ശ്രീകുമാരല്ല മറുവശത്തുള്ളതെന്ന് വളരെ വ്യക്തമാണ്. ഈ കാര്യം ബോധ്യപ്പെടുത്താൻ കൂടി രാഹുൽ മാങ്കൂട്ടത്തിന് ഈ അവസരം ഉപയോഗിക്കാം. ഇരകളാവുന്ന പല പുരുഷന്മാരും ഉണ്ട് ഇതുപോലെ ആരോപണങ്ങൾ കൊണ്ടും അല്ല നേരിട്ടുള്ള നമ്മൾ ഈ കണ്ട സഫനയുടെ കാര്യത്തിൽ എന്ന പോലെയുള്ള ആക്രമണങ്ങൾ കൊണ്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു വശം കൂടി ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് ഒറ്റപ്പെട്ട ശബ്ദമാണ്, പക്ഷെ ലോകം ഒട്ടാകെ ഇങ്ങനൊരു പ്രസ്ഥാനം തന്നെ പരുവപ്പെട്ട് വരുന്നുമുണ്ട്. കാരണം ആ തരത്തിൽ ഒരു ഹോർമോണലായിട്ടുള്ള ഒരു ഈക്വാലിറ്റി ആണുങ്ങളും തമ്മിൽ ഇല്ല എന്നുള്ള ഒരു വ്യത്യാസവും കൂടി നിലനിൽക്കുന്നുണ്ട്. ആ അവസരത്തിൽ പോലും സ്ത്രീകൾ ഇങ്ങനെ പുരുഷന്മാരെ പീഡിപ്പിക്കുന്ന സംഭവങ്ങളും പരസ്യമായിട്ട് തന്നെ അതിലൊരു കൂസലുമില്ലാതെ ഒരു കുറ്റബോധവും ഇല്ലാതെ പശ്ചാത്താപവും ഇല്ലാതെ പെരുമാറുന്ന ആൾക്കാരും ഉണ്ടെന്ന് വ്യക്തമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനൊരു സ്ഥാനമുണ്ട്. വരെ VD സതീശൻ എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കാനുള്ള തീരുമാനമല്ല, കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുക്കേണ്ടത്. അയാൾ ചുമ്മാതെ എന്റെ ബോധ്യങ്ങളെന്ന് പറഞ്ഞ് മത്രക്കാർ കുറെ പേര് കൈകൊട്ടി എന്ന് പറഞ്ഞിട്ട് അത് വളരെ തെറ്റായ നടപടിയാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് കൂട്ടായ്മയാണ്, അതിന്റെ തീരുമാനങ്ങൾ അല്ല ഡയലോഗ്സ് അല്ല. രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യ ഡയലോഗ്സ് എന്ന് പറയുന്ന പോലെ ഡയലോഗ്സ് അല്ല, അത് ഒരു പ്രസ്ഥാനമാണ്, അത് സംശയമില്ലാത്ത കാര്യം. അതാണ് VD സതീശന്റെ മണ്ഡലത്തിൽ നിന്ന് പോലും AICC അംഗമായിട്ടുള്ള സ്ത്രീ കോൺഗ്രസ് വിട്ടുപോയത്. അപ്പൊ അദ്ദേഹത്തിന്റെ മണ്ണിൽ നിന്ന് കാൽ കീഴിൽ നിന്ന് മണ്ണ് ചോർന്നു പോയില്ല. സ്വന്തം മണ്ഡലത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയം
വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഈ കാലഘട്ടം. അപ്പൊ അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തില് തീർച്ചയായിട്ടും ഒരു ഫൈറ്റിംഗ് ഫോഴ്സ് തന്നെയാണ്. പക്ഷെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത് പോലെ അദ്ദേഹം പറ്റിയ തെറ്റിന് ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം, പശ്ചാത്തപിക്കണം. അല്ല ഡിഫെൻഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. തെറ്റ് പറ്റിയിട്ടുണ്ട്. പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കാം. കാരണം ഈ കാര്യങ്ങളിലൊന്നും അദ്ദേഹം ആരെയും ചതിച്ചിട്ടില്ല, വഞ്ചിച്ചില്ല. പക്ഷേ ഈ സമ്പർക്കം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് തെറ്റ്. ആ സമ്പർക്കം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. ആ പൊതുപ്രവർത്തകൻ തന്നെയാണ്, ഒരു സംശയമില്ല. പൊതുപ്രവർത്തകർക്ക് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഈ വീണ ജോർജ് എന്ന് പറയുന്ന ആൾ അഭിനയിച്ച് കാണിച്ചത് അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പൊതുപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന്. ഇതൊക്കെ സ്കോർ ചെയ്യാൻ രാഹുലിന്റെ അതിനെക്കുറിച്ചുള്ളൊരു കമന്റ് തന്നെ വളരെ കൗതുകമാണ്. KSUക്കാരുടെ മുദ്രാവാക്യം കൊണ്ട് കഴുത്തിൽ പരിക്കേറ്റ മന്ത്രി എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രയോഗമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്സാമർത്ഥ്യത്തിന് വളരെ വലിയൊരു ഉദാഹരണമാണ്. ആ വാക്സാമർത്ഥ്യമൊക്കെ ആവശ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണം കിട്ടാൻ വേണ്ടിയിട്ട്. പിണറായി വിജയനെ നേരിടണമെങ്കിൽ ഇപ്പോഴത്തെ ഈ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി മത്സരിക്കുന്ന രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ അല്ലെങ്കിൽ VD സതീശനോ പോരാ. ഈ ഒരു യുവരക്തം, അതിന്റെ ഒരു തിളപ്പ് ആവശ്യമാണ്. അത് തെറ്റുതിരുത്തി അദ്ദേഹത്തെ ശുദ്ധനാക്കി കോൺഗ്രസ് തിരിച്ചെടുക്കുക എന്നുള്ളതാണ് VK ശ്രീകണ്ഠൻ. അദ്ദേഹത്തിന് അറിയാം പാലക്കാട്ട് പിന്നെ അടിയുറപ്പ് ആരുടെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ. അതുകൊണ്ടാണ് അദ്ദേഹം കണ്ടത് ഒരു ഇനിയും അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഇനി മാറ്റി നിർത്തുമോ എന്നെനിക്കറിയില്ല. കോൺഗ്രസ് ഇപ്പൊ എന്തായാലും പല വഴിക്കാണ് സഞ്ചരിക്കുന്നത്. അതിനൊരു ദിശാബോധമില്ല, അതിനൊരു വ്യക്തതയില്ല. അത് പിണറായി വിജയൻ വിജയിക്കാൻ മാത്രമേ അതിന്റെ ഇത്തരം നിലപാടുകൾ സഹായിക്കൂ എന്നുമാണ് മനസ്സിലാവുന്നത്. അപ്പോ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളൊന്നും ഈ ഇപ്പോഴത്തെ സർക്കാരിൽ അല്ലെങ്കിൽ പിണറായിയെ നേരിടാൻ മുതിർന്ന നേതാക്കൾക്ക് അവർ പോരാ എന്നാണോ, അതോ യുവ നേതാക്കൾ തന്നെ ഇറങ്ങണം എന്നാണോ? എന്താണ് ഒരു വ്യക്തമായ ഒരു യുവരക്തം വേണം. ഏത് കാര്യത്തിലായാലും യുവരക്തത്തിന്റെ ഒരു പങ്ക് വേണം. അതിലേറ്റവും പാർട്ടിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് വേറൊരു കാര്യം. വ്യക്തിത്വം എന്ന് പറയുന്നത് ഒന്നും, രാഷ്ട്രീയം എന്ന് പറയുന്നത് വേറൊന്നും. അപ്പൊ രാഷ്ട്രീയത്തിൽ അതിന് പറ്റിയ ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് നമ്മുടെ റീഡിങ്. അദ്ദേഹം ചെയ്ത തെറ്റുകൾ അതിന് അദ്ദേഹം പശ്ചാത്താപം, പ്രായശ്ചിത്തം ഇതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടല്ല. അതിന് ഒരു തരത്തിലും വ്യക്തി എന്നുള്ള നിലയിൽ ന്യായീകരിക്കുന്നില്ല. അത് വലിയ അപരാധം തന്നെയാണ് ചെയ്തത്. പിന്നെ ഇല്ലാത്ത പ്രചാരണങ്ങളുണ്ട്. കോൺഗ്രസ്സുകാരിൽ പലരും പരാതി പറഞ്ഞു. ആ പരാതി പറഞ്ഞു എന്ന് ആരോപിക്കപ്പെട്ട ആളുകാർ ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒറ്റ ചങ്ങാതിമാരാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അത് പറഞ്ഞു. ഇതൊക്കെ ചുമ്മാതെ വെറുതെ പോകാമറ സൃഷ്ടിച്ച് ഇയാളെ എന്തിനാണ് മാറ്റി നിർത്തിയത്? ഇയാളെന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആളല്ലായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല.